BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, UDF കൺവീനർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ. പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന ഭാരവാഹികൾ പലരും മന്ത്രിമാരും MLA-മാരുമായതോടെയാണ് പുതിയ നേതൃനിരയെ സംഘടനാ ചുമതലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ മാസാവസാനത്തോടെ പുതിയ ഭാരവാഹികളെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര നേതൃത്വം. സർക്കാർ പാർട്ടി ഏകോപനത്തിനും നിലവിൽ ഫലപ്രദമായ സംവിധാനമായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, KC ജോസഫ്, MM ഹസൻ, MK രാഘവൻ എന്നിവരുടെ പേരുകൾ ഇക്കുറിയും ഉയരുന്നുണ്ട്. അതേസമയം താനും അർഹനാണെന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നവർ വർക്കിംഗ് പ്രസിഡന്റാകാൻ സാധ്യതയുമുണ്ട്. സാമൂഹിക സാമുദായിക സന്തുലനവും പരിഗണിക്കപ്പെടും. VS ശിവകുമാർ, മാത്യു കുളനാടൻ എന്നിവരുടെ പേരുകൾ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുണ്ട്. ആരോഗ്യ കാരണം മുൻനിർത്തി അടൂർ പ്രകാശ് UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുമെന്ന സൂചനയുമുണ്ട്. പ്രസിഡന്റായി പരിഗണിക്കപ്പെട്ട ആരെങ്കിലുമാകും പകരം നിയമിക്കപ്പെടുക. കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്തുണ്ടായിരുന്ന ദീപ ദാശ്മുൻഷൻ പുതിയ ഭാരവാഹികളെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുടെ താൽപ്പര്യങ്ങളും പ്രസിഡന്റ് നിയമനത്തിൽ നിർണായകമാകും. അതേസമയം DCC പുനർസംഘടന വൈകുമെന്നാണ് അറിയുന്ന വിവരം. DCC പുനർസംഘടനയ്ക്ക് എല്ലാ ജില്ലകളിലേക്കും ഹൈക്കമാൻഡ് നിയോഗിക്കുന്ന ഒരു നിരീക്ഷകനെത്തി ചർച്ച നടത്തി 3 മുതൽ 5 വരെ പേരുകൾ ഉൾപ്പെടുന്ന പാനൽ നൽകും. ഇതിൽ നിന്നാകും പ്രസിഡന്റിനെ നിയമിക്കുക. അതേസമയം നിരീക്ഷകരെ ഇതുവരെ നിയോഗിച്ചിട്ടില്ലാത്തതിനാൽ പുനഃസംഘടനയ്ക്ക് 2 മാസമെങ്കിലും എടുക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി, ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.